രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രമാണോ വിജയ് അഭിനയം നിർത്തിയത്? എന്നാൽ അത് മാത്രമല്ല, അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഇൻസ്റ്റഗ്രാമിലെ തലയ്ക്കോളമുള്ള തലപതി ഫാൻസിനെ കുറിച്ചാണ്. ചങ്ക് പൊട്ടാണ് സത്യം പറഞ്ഞത് ഈ വിജയണ്ണന്റെ സിനിമയോടുള്ള ഡെഡിക്കേഷൻ കാരണം. സത്യം പറഞ്ഞാല് മനസ്സറിഞ്ഞ് സങ്കടപ്പെട്ടുപോയി. ഇങ്ങനെ സിനിമ നിന്റെ 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ, എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കോ. മനസ്സറിഞ്ഞ് സങ്കടപ്പെട്ടുപോയി. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേഷൻ. ഇവൻ കരയുന്ന കണ്ടാ വിചാരിക്കും ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് കാര്യം ചെയ്യുന്ന. കയ്യിലൊരു മുറിവുണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടുകയാണ്. വിജയിയുടെ മാതാപിതാക്കൾക്ക് പോലും ഇത്രയും സ്നേഹമില്ല. സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി വിജയന്റെ ഡെഡിക്കേഷൻ അവിടെ കേട്ടോ. നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു മെഴുകുന്നത്? കാര്യം ചെയ്യുന്ന. കയ്യിലൊരു മുറിവുണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടുകയാണ്. എടാ, അച്ഛന്റെ അമ്മേന്റെ കൈ ഒന്ന് നോക്കി നോക്കി എത്ര മുറിവുണ്ടാവുന്നു. എന്നിട്ട് നീ ഒന്ന് ചിന്തിക്കേ, അവരുടെ ഡെഡിക്കേഷൻ, നിന്നെ നോക്കാനുള്ള അവരുടെ ഡെഡിക്കേഷൻ നീ ഒന്ന് മനസ്സിലാക്ക്. എന്തിനാണ് ഈ മാനേജേഴ്സ് ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? സിനിമയുടെ ആൾക്കാർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. വിജയണ്ണ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങേർക്ക് അത്ര ഇഷ്ടം. ആരെങ്കിലും ഇത് കാണുമ്പോ ചങ്ക് പൊട്ടുന്നു. ഇതവന്റെ അഭിനയാണെങ്കിൽ കത്തിയുടെ 4ാം ഭാഗത്തിൽ എന്തായാലും ഞാൻ ഇവനെ കാസ്റ്റ് ചെയ്യാൻ പറയും. അതിന് കത്തിക്ക് 4ാം ഭാഗമൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. മകളുടെ മുന്നിൽ വിജയ് സാറിന്റെ വീട് കാണിക്കണം. ഇതാണ് വിജയ് സാറിന്റെ വീട്. இந்த உலகம் ரொம்ப பெருசு, ரொம்ப ரொம்ப பெருசு. വിജയന്റെ വീടിന് മുമ്പിൽ നിന്ന് പിച്ചെടുക്കുവാണോ? ஆப்பர்ச்சுனிட்டிஸ் அவ்வளவு இருக்கு, அவ்வளவு கொட்டி கிடக்கு. அதனால ஏதாவது 1-2 மிஸ் பண்ணாலும் எது ഒരു പണിയും ഇല്ല. അല്ലേ, கான்ஃபிடென்ட்டா இருங்க, நல்லதே நடக்கும், வெற்றி நிச்சயம். ആ വിജയനെ ഒന്ന് വെറുതെ വിടുവോ പ്ലീസ്? പുള്ളി ഇനിയിപ്പോ ഹെലികോപ്റ്റർ വഴി പോണം നിന്നെയൊക്കെ പേടിച്ചിട്ട്. വിജയാണ് മുമ്പിൽ നിൽക്കുന്നത്, പറയൂ. വിജയണ്ണ ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് എനിക്ക് അണ്ണന്റെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇന്റർവ്യൂ? ഇത് ഇന്റർവ്യൂ ആണോ? ഇന്റർവ്യൂവിനുള്ള വില തന്നെ പോയി. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് ആഗ്രഹം. ഒരു പടവും കൂടി ഇല്ല അണ്ണ, അതിലൊരു ചെറിയൊരു വേഷം എന്നിട്ട് പുറകിൽ നിൽക്കാൻ. കറക്റ്റ് വോയിസ് മോഡുലേഷൻ, ഡയലോഗ് ഡെലിവറി ഇതൊക്കെ കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിജയനെ കാണുമ്പോ എങ്ങനെ ഇടണം എന്നുള്ളത്. നല്ല ആക്ടിങ് ആണ്, നെയ്ച്ചോറുള്ള ആക്ടിങ്. നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയും താടിയൊക്കെ വളർത്തി. ഇത്ര വലുതായില്ലേ, ഇങ്ങനെയൊക്കെ കരയല്ലേ? നിങ്ങളുടെ വിഷമം ആരും കാണാൻ പോണില്ല. പോസ്റ്റർ കീറി. അയ്യോ, എന്റെ മുന്നിലോട്ടാണെങ്കിൽ നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ 2 കൈ ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കേനി, മുറിക്കും മൈത്താണ്ടി. ഇത് എന്ത് കാരണത്തിലാണ് നിന്റെ വിജയണ്ണന്റെ പോസ്റ്റർ കീറിയത്? നിന്നെ എന്റെ മുന്നിലാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടൂല. ഇത് പ്രതിഷേധിച്ചേ പറ്റൂ. ഇതുപോലുള്ള മൈത്താണ്ടികൾക്കെതിരെ വിജയണ്ണൻ ഫാൻസ് മൊത്തം എന്റെ കൂടെ ഉണ്ടാവും. ഇതെന്തായാലും പ്രതിഷേധിക്കാം. നീ പ്രതിഷേധിക്ക്. ഒരു 5 ദിവസം നിരാഹാര സമരം നടത്ത്. 5 ദിവസം ഭക്ഷണം കഴിക്കരുത്. ഓക്കെ? ഞാൻ എന്ത് ചെയ്യുന്നറിയില്ല. എനിക്ക് വിജയണ്ണനെ സഹായിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ ആരുമില്ല. എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. എനിക്ക് ചെയ്ത 2 മൂവീസ് ആരേലും എവിടെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്നാണെന്ന് പറയല്ലോ കേട്ടോ. നമ്മളെ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, സുൽത്താൻ ഇവരൊക്കെ കളി കാണുമ്പോ എന്റെ വിജയണ്ണൻ ഒരു ഫുട്ബോൾ താരമാണെങ്കിൽ എത്ര ഞാൻ സന്തോഷിച്ചേന്. അങ്ങേരെ ബിഗിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, എത്ര റിയൽ ആയിട്ടാണ് അങ്ങേരെ സ്കില്ലും കാര്യങ്ങളൊക്കെ. ഇന്ത്യയിൽ നിന്നൊരു പ്ലെയറിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് എനിക്കിപ്പം ദുഃഖിക്കുന്നത്. എന്റെ വിജയണ്ണൻ നമ്മൾക്കത് ദൈവം തന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഫിഫ ആണെന്ന് പറഞ്ഞിട്ട് ബിഗിലിരുന്ന് കാണും. ഒളിമ്പിക്സിൽ റണ്ണിങ് ആണെന്ന് പറഞ്ഞിട്ട് അഴകിയ തമിഴ് മകൻ കാണും. റേസിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കുരുവി കാണും. പിന്നെ ഇവനിൽ നിന്ന് ഇത്രയൊക്കെയല്ലേ വരുള്ളൂ. പക്ഷെ നെയ്മറിന്റെ, റൊണാൾഡോയുടെ, മെസ്സിയുടെ ഒക്കെ കൂടെ നിനക്ക് വിജയിനെ ഫുട്ബോളിന്റെ കാര്യത്തിൽ എങ്ങനെയാടാ നിനക്ക് വെക്കാൻ തോന്നിയത്? നമ്മളൊക്കെ ഇത് സഹിക്കും. വിജയ് എങ്ങാനും നിന്നെ കണ്ടാൽ നീ തീർന്നു കൂട്ടിയാ മതി. എന്റെ വിജയണ്ണ, ഞാൻ ഉണ്ണിക്കണ്ണൻ മകളുടെ. ഞാൻ പാലക്കാട് വന്നിട്ട് പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ടാകണത് ചോറ് കൊടുക്കാനുള്ള വഴിയില്ല വിജയണ്ണ. ക്രിസ്ത്യാനോ, നെയ്മർ, സുൽത്താൻ ഇവരൊക്കെ കളി കാണുമ്പോ ഞാൻ ഒരു കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചത്. എന്റെ വിജയണ്ണൻ ഒരു ഫുട്ബോൾ താരമാണെങ്കിൽ എത്ര ഞാൻ സന്തോഷിച്ചേന്. അങ്ങേരെ ബിഗിലൊക്കെ. സൂര്യ ഫാൻസ് പോലെ ഇങ്ങനെ ഇത്ര കളിയാക്കിയിട്ടില്ല. நீ விஜய் விஜய்ன்னு சொல்லி இங்க சுத்தினதெல்லாம் போதும். நீ இங்க இருக்க வேணாம்.
காலேஜ் அப்ளிகேஷன் ஃபார்ம் வாங்கி வச்சிருக்கேன், நீ ஊருக்கு கிளம்பு. அதே சமயத்தில் உன் தளபதி பேட்ச் இருக்கு, காலேஜ் அப்ளிகேஷன் ஃபார்ம் இருக்கு, எது வேணுமோ நீயே முடிவு பண்ணிக்க. விவசாயிகளை காக்க வந்த தமிழ் மகனே, நீதானே எங்களுக்கு துணையே துணையே. நினைவிட்ட யாருக்கா மக்களை காப்பாற்ற நீ வர வேண்டும் மக்கள். அண்ணாச்சி இது மாஸ் அல்ல, இது ஆஸ். கேக்கு கொடியை நிலைநாட்ட பாட்டு சங்கீதம் எனக்கு தேவையான எனக்கு இப்ப நான் படிச்சுக்கிட்டேனே. இனிமேல் நான் படிக்க வேண்டியது புத்தகத்தை இல்ல, மக்களை. நான் மக்களுக்கு சேவை செய்ய ஆசைப்படுறேன்னு, அது என் மக்களை இதுல இருந்து செய்யணும்னு ஆசை. தம்பி தம்பி கவலைப்படாதீங்க, எங்க ஓட்டு தளபதிக்கு தான். மக்கள் இயக்கம் தமிழ்நாடு രോമം പോയിട്ട് എവിടെ ഒളിച്ചു, പൊന്താൻ രോമം പോലും ഇല്ലാതാക്കി കളഞ്ഞല്ലോ ഇവൻ. കോളേജിൽ പോകണ്ട, വിജയ് ഫാൻസിൽ ചേരാന് മാസായിട്ട് മെസ്സേജ് കൊടുക്കുന്നത്. വിജയണ്ണനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണാ നമുക്ക് പാക്കലടാ. എനിക്ക് പറയാനുള്ളത് വെച്ചാ ആരാധിക്കാം, പക്ഷെ അവരാധിക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.